ഹായ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കൂൾ ബാറിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിരുന്നു. ടേബിളിൻ്റെ ഓപ്പോസിറ്റിൽ. അവിടെ കൂടെ ഒരു 2-3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഇവർ ജ്യൂസ് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫോണിൽ വളരെ ടെൻഷനായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ആരോടോ. അവർ പറയുന്നുണ്ട്, കുട്ടി തീരെ അടങ്ങിയിരിക്കുന്നില്ല, ടീച്ചേഴ്സിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ഒരു ട്യൂഷൻ എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കണം എന്നൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഒരു മാനസികാവസ്ഥയിൽ പറയുന്നുണ്ട്. കുട്ടി അടുത്തിരുന്ന് ഇങ്ങനെ ജ്യൂസിന് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് തൊട്ട് മുന്നിലിരുന്ന് ഇവരിങ്ങനെ പറയുന്നത് കേട്ടപ്പം നമ്മുടെ പണി ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം, മോൻ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. പരിചയമില്ലാത്ത ഒരാൾ ഇതിങ്ങനെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചൈൽഡ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രയാസങ്ങൾ പറയാൻ ഒരാളെ കിട്ടിയതുപോലെ അവർ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വളരെ അറിയപ്പെടുന്ന ഒരു സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്, LKGയിലാണ്. അപ്പം പ്രോസ് കാർഡിൽ ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോൾ ടീച്ചേഴ്സ് പറയുന്നു, ക്ലാസ്സിൽ ഇവൻ അടങ്ങിയിരിക്കുന്നില്ല, അവനെ പറഞ്ഞ് ഇരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും ഓടി നടക്കുന്നൊരു പ്രകൃതമാണ്, എഴുതാൻ പറയുമ്പം അവൻ എഴുതുന്നില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് സ്കൂളിൽ നിന്ന് ഞാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അവർ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലൊരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചൈൽഡ് എഡ്യൂക്കേഷനായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ നമ്മളെ ക്ലാസ്സിലുണ്ടാവും. ഒരു ടീച്ചർക്ക് ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾക്കെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. ഈ കുട്ടികളുടെ പാരൻസിനെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ അവരോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എഴുത്ത് കുറവാണ്, എഴുതാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രൊഫഷണലി ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത, സൈക്കോളജി പഠിക്കാത്ത, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടോ അവരുടെ സ്കിൽസിനെ കുറിച്ചിട്ടോ ഒരു അറിവുമില്ലാത്ത രക്ഷിതാക്കൾക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അവർ വരുന്ന സമയത്ത് നമ്മളൊരു ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കാം, ഓരോ കുട്ടിക്കും എന്താണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെയാണ് ആ കുട്ടീനെ സഹായിക്കാൻ പറ്റുക. എക്സാമ്പിളായിട്ട് ഒരു കുട്ടിക്ക് എഴുത്ത് തീരെ കിട്ടുന്നില്ല, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പതുക്കെ എഴുതി തീരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയാസം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ബേസ് കറക്റ്റായിട്ടുണ്ടാവില്ല, എവിടെ തുടങ്ങണം, അതായത് ഫോർമേഷൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്പീഡിൽ എഴുതാൻ പറ്റില്ല. ആ ഫോർമേഷൻ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ അവരുടെ ഗ്രോസ് മസിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ്, മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അത് വഴക്കം വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് പറയാം, ഒരു കോപ്പി വാങ്ങിയിട്ട്, ഒരു പ്രിൻ്റഡ് കോപ്പി വാങ്ങിയിട്ട് ഡെയിലി നിങ്ങളൊരു 4 ലൈൻ 5 ലൈൻ, ഒരു പേജ് ഫുള്ളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ഉണ്ടാവും, അത്രയും കുട്ടികൾക്കിരുന്ന് കോപ്പിയിലൊക്കെ എഴുതാൻ കയ്യിന് വഴക്കം, ചെറിയ ക്ലാസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, LKGയിലൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഒരു 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈന് പതുക്കെ നിങ്ങളൊന്ന് എഴുതിച്ച് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പാരൻസിന് മനസ്സിലായി. ഇങ്ങനെ ഓരോ കുട്ടീനെ കുറിച്ചിട്ടും ഒരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ട്, അതിൻ്റെ സൊല്യൂഷൻസ് എഴുതി വെച്ചിട്ട് അത് കൃത്യമായിട്ട് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പാരൻസിന് മനസ്സിലാവും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് കുറച്ചും കൂടെ മാറ്റങ്ങൾ വരും എന്നുള്ളത്. ഇങ്ങനെ ഒരു ടീച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരൻസിന് എത്ര എളുപ്പമായിരിക്കും അല്ലേ. മാത്രമല്ല, ഇത്തരത്തിലൊരു കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ കൃത്യമായിട്ട് ആ കുട്ടീനെ പഠിച്ച് മുന്നോട്ട് വരുമ്പം ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ രക്ഷിതാക്കൾ ഒരിക്കലും മറക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരു നല്ല ടീച്ചറാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.